ഹായ് അലീനമോൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 30 ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ പപ്പയുടെ അമ്മയുടെ 35ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആദ്യം തന്നെ 4 മക്കളുടെ പേരിലും ഹൃദയം നിറഞ്ഞ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പപ്പ അമ്മ. അപ്പം ഞങ്ങളിത് ആഘോഷിക്കുന്നത് മെയ് 21 തീയതിയാണ്. അപ്പം അന്നേ ദിവസം ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തിരക്ക് പ്രമാണിച്ച് ഞങ്ങൾ 10 ദിവസം മുമ്പേ ഞങ്ങൾ ആഘോഷിക്കാൻ കരുതി. പപ്പയമ്മ ചോദിച്ചു, അപ്പോൾ അപ്പോൾ ചോദിച്ചു എന്തിനാ നിങ്ങൾ പോയി സാധനം മേടിക്കുന്നത്, ഞാൻ പോയി സാധനം മേടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ബിരിയാണി നെച്ചോറൊക്കെ വെക്കാറുണ്ട്, ചെറിയ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ പോയി മേടിച്ചോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ബസ്സൊക്കെ കയറി പോയി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ ഈ സൂപ്പർ മാർക്കറ്റിലെത്താൻ വേണ്ടി. അപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തിരുന്ന എൻ്റെ സിസ്റ്ററാണ്. അപ്പം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തി. ഡോറൊക്കെ തുറന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാകും, ഞാനല്ലേ കയറി വരുന്നത്. പിന്നെ ബാസ്ക്കറ്റൊക്കെ എടുത്ത് ലിസ്റ്റൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചു, അല്ലെങ്കിൽ മറന്നു പോകുമല്ലോ. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് സാധനം മേടിക്കാൻ വരുന്നത് നമുക്ക് അത്രയും ഓർമ്മയില്ല, ഒന്നാണ്ടേ മറവിയാണ്. അങ്ങനെ ആവശ്യമുള്ള ബിരിയാണിയാണ് വെക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിക്കുമ്പോഴാണ് കാണുന്നത് ഇതിനൊക്കെ ഇത്രയും റേറ്റ് ഉണ്ടെന്ന്. പിന്നെ ചായ കുടിക്കുന്നത് വിചാരിച്ചു, ഹോട്ടലിൽ തിരക്ക് കാരണം ഞങ്ങൾ പോയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന ചിക്കനൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഈ കഴുകാൻ ചിക്കൻ ക്ലീൻ ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു പണ്ടൊക്കെ ഒരു ചിക്കൻ പീസൊക്കെ എടുത്ത് പൈപ്പങ്ങ് തുറക്കും, എന്നിട്ട് ക്ലീൻ ചെയ്യും. ഇതൊക്കെയായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യും. അന്നേരം ഒപ്പം അമ്മ പറയും എന്തിനാ വെള്ളം പാഴാക്കി കളയുന്നത്, എന്തിനാ വെറുതെ വെള്ളം പാഴാക്കി കളയുന്നതൊക്കെ പറയും. അപ്പോൾ കുറേയൊക്കെ അത് മാറി തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾ എനിക്കൊരു കോഫി ഉണ്ടാക്കി തന്നു, ബ്രൂ കോഫി. ചില ഹോട്ടലിൽ നിന്നൊന്നും ചായ ഒന്നും മേടിച്ച് കുടിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അവളൊരു ബ്രൂ കോഫിയൊക്കെ വീട്ടിലുണ്ടാക്കി തന്നു. ഭയങ്കര സന്തോഷമായി, എനർജി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിന് ഒരു പാത്രം എടുത്ത് മുട്ട ഉടച്ചു, പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി വെച്ചു. ചിക്കൻ ഉപ്പും ഒക്കെ ഇട്ട് തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ തക്കാളി മൊത്തം ഞാനാണ് അരിഞ്ഞത്, സവാള അവളെയും കൊണ്ട് അരിപ്പിച്ചു. അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു, എഡിറ്റ് ചെയ്യുമ്പോൾ ഇടാൻ മറന്നു പോയതാണ്. എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ചിക്കൻ വറക്കാൻ വെച്ചു. പിന്നെ ചോറ് ഞങ്ങൾ അരിയൊക്കെ ഇപ്പോൾ ചോറൊക്കെ മൊത്തം വീടിൻ്റെ പുറകിലൊരു അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമല്ലേ, ഇപ്പോൾ വിറകെല്ലാം കത്തിച്ചു തുടങ്ങിയതേ. പിന്നെ സവാളയൊക്കെ വരട്ടി ചിക്കനൊക്കെ ഇട്ട് റെഡിയാക്കി. ചോറും റെഡിയായി. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അറിയാലോ. അപ്പോൾ ഇങ്ങനെ കേക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ ചോദിച്ചത് ആർക്കാ കേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇളയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്കൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അവക്കാന്ന് പറഞ്ഞു. ചെറിയ ഒരു അര കിലോയുടെ കേക്കാന്നൊക്കെ പറഞ്ഞു. അന്നേരം അവരത് അങ്ങനെ വിശ്വസിച്ചു. വൈകിട്ടായപ്പം കേക്കൊക്കെ ഇങ്ങനെ ചെറിയ ബലൂണൊക്കെ വെപ്പിച്ചാണ്, അപ്പോഴാണ് അവരറിയണത് വെഡിങ് ആനിവേഴ്സറിയുടെ ചെറിയൊരു ഫംഗ്ഷനാണ്. പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ പങ്കുവെച്ചു. അവർക്ക് ഒത്തിരി സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. ചെറിയൊരു ഫംഗ്ഷനെ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ അവരുടെ 35 വർഷം പൂർത്തീകരിച്ചു. പിള്ളേരിങ്ങനെ നോക്കും അന്തം വിട്ട്. അവർക്ക് ഇഷ്ടമാണ്, കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആരായാലും ആര് കേക്ക് മുറിക്കുമ്പോഴും ചെറിയ പിള്ളേരൊക്കെ കയറി നിൽക്കുമല്ലോ. പിന്നെ ചോറ് ബിരിയാണിയൊക്കെ റെഡിയാക്കി ഇലയിൽ കഴിക്കാമെന്ന് കരുതി. പിന്നെ ഇലയൊക്കെ വെച്ച് ബിരിയാണിയൊക്കെ വിളമ്പി വെച്ച് റെഡിയാക്കി. പിന്നെ ബിരിയാണി കഴിക്കലും ഭക്ഷണം കഴിക്കലും കുറച്ചു നേരം വർത്താനം പറച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം പോയി. ഞങ്ങൾ 4 മക്കളും അവരുടെ ഹസ്ബൻഡ് മാത്രമുള്ളായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ചോറ് വന്നിട്ട് കഴിക്കും, ചിക്കൻ പീസെല്ലാം കുറച്ചേ കഴിക്കത്തുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഇങ്ങനെ ബിരിയാണി നെയ്ച്ചോറെല്ലാം കഴിക്കാൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സി യു.